മോത്തി അച്ഛന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം നമ്മൾ ഏവരും ശ്രദ്ധിച്ചിരുന്നു. ഉലക്കയുടെ കഥ. നമ്മളെല്ലാം ചിരിച്ചു, സന്തോഷിച്ചു. എന്നാൽ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിച്ചുവോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതിന് കേട്ടിട്ടില്ലാത്തവര് കുറവായിരിക്കുമെങ്കിലും ഒന്ന് ഞാൻ പ്രസ്താവിക്കട്ടെ. അച്ഛൻ പറയുന്നത് ഇന്തോനേഷ്യയിൽ ഒരുത്തൻ ഒരു ഉലക്ക കൊണ്ട് ചോദ്യം ചോദിച്ച ഒരുത്തനെ അടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. കാരണം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും നിന്റെ കല്യാണമായില്ലേ എന്ന ചോദ്യമാണ്. ഇത് സഹിക്കാൻ വയ്യാതെ അയാൾ വീട്ടിൽ പോയി ഒരു ഉലക്ക എടുത്തുകൊണ്ട് വന്ന് ചോദിച്ച ആളിനെ അടിച്ചു കൊന്നു. അപ്പൊ അച്ഛൻ പറയുന്നത് ദേവാലയത്തിന്റെ ഓരോ ബെഞ്ചിനോടും ചേർന്ന് ഓരോ ഉലക്ക വെച്ചാൽ ആന്തരിക സൗഖ്യം ലഭിക്കുമെന്നാണ്. നമുക്കറിയാം വിവാഹമോചിതരുണ്ടാകാം, നമുക്കറിയാം അത് അവർ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എങ്കിലും നമ്മൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. തലമുറയില്ലാത്തവരുണ്ടാകാം. തലമുറയില്ലാത്തവര് ഈ ആവശ്യത്തിന് ഉപദേശമൊക്കെ എടുക്കുന്ന, നിങ്ങൾ ഇനി പ്രത്യേകിച്ച് ഉപദേശമൊന്നും കൊടുക്കണ്ടെന്നാണ് അച്ഛൻ്റെ പക്ഷം. ജോലിയില്ലാത്തവരുടെ എല്ലാ ദിവസവും കാണുമ്പോൾ ജോലിയായില്ലേ എന്ന് ചോദിച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിമിതി ഉണ്ട് എന്നറിഞ്ഞാൽ അതിനെ ചൊറിഞ്ഞ് വ്രണമാക്കുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് മലയാളിക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. എന്തിനാണ് അവർ ദേവാലയത്തിലേക്ക് വരുന്നത്? ഒരു മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന ഇടമായി ദേവാലയത്തെ അവർ കണ്ടുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വരുന്നുവെങ്കിൽ ആ ആശ്വാസം ലഭിക്കുന്ന ഇടമായി ഇത് മാറേണ്ടത് ആവശ്യമാണ്. ഇവിടെയുള്ളവർ മാറേണ്ടത് ആവശ്യമാണ്. ഒരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ, എത്രയോ പേര് ഈ ചോദ്യങ്ങൾ ഭയപ്പെട്ട് ഈ ദേവാലയത്തിൽ വരുന്നില്ല എന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങളുടെ ചോദ്യങ്ങൾ എവിടെ തറയ്ക്കുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വല്ല മിടുക്കുകൊണ്ടാണോ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായത്? നമ്മുടെ വല്ല മിടുക്കുകൊണ്ടാണോ ഈ ജോലി കിട്ടിയത്? നമ്മുടെ വല്ല മിടുക്കുകൊണ്ടാണോ നമുക്ക് സമ്പാദ്യവും സാഹചര്യവും ഉണ്ടായത്? ഇനിയും പോട്ടെ, മറിച്ച് തലമുറയില്ലെങ്കിൽ അവരുടെ തെറ്റുകൊണ്ടാണോ അവർക്ക് തലമുറയില്ലാത്തത്? പ്രിയമുള്ളവരെ, ദൈവം മുമ്പാകെ നന്ദി പറയാം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഗോഡ്സ് സബ്ലൈം ക്രിയേഷൻ. അത് വലിയ വാചകങ്ങളിലൊക്കെയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. സെക്രട്ടറി തന്നെ അത് വായിച്ചപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട്. ഉത്കൃഷ്ടമായ ദൈവിക സൃഷ്ടി. ഞാൻ ആമുഖമായി ഇത് പറയുന്നത്, വി ആർ ഓൾ ക്രിയേഷൻ ഓഫ് അവർ ഗോഡ്. വി ആർ ഓൾ ക്രിയേഷൻ ഓഫ് അവർ ക്രിയേറ്റർ. ദൈവിക സൃഷ്ടിയായ നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ദൈവിക ഉദ്ദേശത്തെ തിരിച്ചറിയുവാനായിട്ട് ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ് എന്ന് വേദഭാഗം വ്യക്തമാക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 25 മുതൽ 30 വരെയാണ് ഞാനത് വായിക്കുവാനായിട്ടുള്ള ധ്യാനത്തിനായിട്ട് ക്രമീകരിക്കുവാനായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. അതിൽ 26-ാമത്തെ വാക്യം, ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ കർത്താവെ, അല്പസമയം വചനം മുൻപാകെ ഇരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനായി ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിന്റെ നിമിഷങ്ങളിൽ ബലഹീനനായ അടിയന്റെ നാവിന് വചനത്തെ കൽപ്പിച്ച് നൽകണം. ആകാവതല്ലാത്ത വാക്കൊന്നും പറയുവാനായിട്ട് സമ്മതിക്കരുത്. നിന്റെ ജനത്തിന്റെ ഹൃദയത്തിലെ നൊമ്പരങ്ങളെ നീ ഏറ്റെടുക്കുന്ന ദൈവമാണ്. തുറന്ന മനസ്സോടെ വചനത്തെ സ്വീകരിപ്പാൻ അവരെ സഹായിക്കണം. യേശു മെശിയ മൂലം പ്രാർത്ഥിക്കുന്നു, ദയോടെ കേൾക്കണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ദാനധർമ്മങ്ങൾ നൽകേണ്ടതെന്നുള്ള നിർദ്ദേശം നമുക്ക് കാണാം. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കാണാനായിട്ട് വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. നമുക്ക് വളരെ പരിചിതമായ വേദഭാഗമാണ്. കർത്താവിന്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അവിടെയുണ്ട്. പിന്നീട് ഉപവാസത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് അവസാനമായി സ്വർഗീയ നിക്ഷേപം എന്താണ് എന്ന് പറയുവാനായിട്ട് ശ്രമിക്കുന്ന
വേദോത്സവഭാഗം. ഇനിയും അതിന്റെ ലാർജ് കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇത് പർവ്വത പ്രസംഗങ്ങളുടെ ഒരു ഭാഗമാണ്. 5 to 7 പർവ്വത പ്രസംഗങ്ങളാണ്. സെർമൺ ഓൺ ദ മൗണ്ട് ആണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ മത്തായിയെ സംബന്ധിച്ചിടത്തോളം സൺ ഓഫ് ഗോഡ് കൺസെപ്റ്റ് ആണ് ഇവിടെ വിശുദ്ധ മത്തായി ഉപയോഗിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. ഇന്ന് 130ാമത് മാരാമൺ കൺവെൻഷൻ ആരംഭമാണ്. ആ മണൽപ്പുറം തുറന്നു കിടക്കുകയാണ്. ചിലരെങ്കിലും ഇവിടുന്നും മാരാമൺ കൺവെൻഷൻ വചനം കേൾക്കാനായിട്ട് പോകുന്നുണ്ട്. രാവിലെ ടോമച്ചൻ പറയുമായിരുന്നു, അച്ഛാ മിസ് ചെയ്യുന്നു ആ മാരാമണ്ണൂടെ ഒന്ന് നടന്ന് ഒന്ന് വചനം കേട്ട് ആ വെള്ളമൊക്കെ ഒന്ന് എടുത്ത് മുഖം കഴുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിഫ്രഷിംഗ് പവർ അത് മിസ് ചെയ്യുന്നു എന്ന് പറയുകയായിരുന്നു. ശരിയാണ് പ്രിയമുള്ളവരെ, ഇതെല്ലാം ലൈവിലുണ്ടെന്ന് മെത്രാപ്പൊലീത്ത കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. കേൾക്കേണ്ടവന് കേൾക്കാം, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ആ വചന മാരിയുടെ ആരംഭത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ പർവ്വത പ്രസംഗങ്ങളുടെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ 25ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും, അധ്വാനം വേണ്ട എന്നർത്ഥത്തിലാണോ അത് പറഞ്ഞിരിക്കുന്നത്? പ്ലാനിങ് വേണ്ട എന്നർത്ഥത്തിലാണോ അത് പറഞ്ഞിരിക്കുന്നത്? ഒന്നുമല്ല. ഒന്നിനോടും അമിതമായ ഭ്രമം പാടില്ല എന്ന ഓർമ്മപ്പെടുത്തൽ. അമിതമായ ഭ്രമം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ദൈവരാജ്യം നഷ്ടമാക്കുന്ന പ്രവൃത്തിക്കായിട്ട് നമ്മൾ ജീവിതത്തെ ക്രമീകരിച്ച് പോകും. അതൊരു സാധ്യതയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ദൈവരാജ്യ മർമ്മങ്ങളെ ഓർത്ത് നമ്മുടെ ജീവിതത്തെ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് ഇടയാകണം എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്തയായി ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദ വാല്യൂഡ് ലൈഫ്. ഹു ഈസ് വാല്യൂയിങ് അവർ ലൈഫ്? ഗോഡ് ഈസ് വാല്യൂയിങ് അവർ ലൈഫ്. എന്തിനാണ് വില കൽപ്പിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഈ 25ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് ആൻഡ് ബോഡി, ജീവനും ശരീരവും അതിന്റെ വിലയും ഇവിടെ കർത്താവ് കൽപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ ജീവൻ എത്ര വിലപ്പെട്ടതാണ്, നമ്മുടെ ശരീരം എത്ര വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഭക്ഷിക്കുന്നത് കൊണ്ട് ശരീരം അശുദ്ധമാകുവാനായിട്ട് ഇടയാകരുത്. നമ്മുടെ ജീവിതത്തിന്റെ ജീർണത കൊണ്ട്, ചിന്തകൾ കൊണ്ട് ജീവൻ ജീർണതയുള്ളതായി തീരുവാനായിട്ട് ഇടയാകരുത് എന്ന ഓർമ്മിപ്പിക്കൽ. ഇമ്പോർട്ടൻസ് ഓഫ് ലൈഫ് ആൻഡ് ബോഡി. പ്രിയമുള്ളവരെ, ജീവന്റെ വിലയും ശരീരത്തിന്റെ വിലയും വിശുദ്ധിയും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് 25ാമത്തെ വാക്യത്തിൽ. അടുത്തെന്ന് പറഞ്ഞത് ദ പ്ലേസ് ഓഫ് മെറ്റീരിയൽ തിങ്സ്. ലോകക്രമത്തിന്റെ പ്രാധാന്യമില്ലായ്മ, ലോകത്തിന്റെ മോഹങ്ങളുടെ പ്രാധാന്യമില്ലായ്മയെ കുറിച്ച് വചനം അവിടെ പറയുകയാണ്. സ്വർഗരാജ്യത്തിന് അധിക പ്രാധാന്യം നൽകണം, നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത് എവിടെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭാഗമായി നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിന് വിലയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിന് അത് ശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കേണ്ടതാണെന്ന് ചിന്തിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് വായിച്ച ഈ വേദഭാഗത്തിന്റെ അവസാനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ എന്നാണ്. ഇതിനോട് ചേർന്ന് ഒരു ചിന്ത പറയട്ടെ. ആങ്സൈറ്റി ഓവർ വേൾഡ്ലി പ്ലാൻ. ലോകപ്രകാരമുള്ള പദ്ധതികൾക്കായിട്ടുള്ള ആകുലതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് പാടില്ല. കാരണം എന്താ? നമ്മുടെ സൃഷ്ടാവ് നമുക്ക് വേണ്ടി എഫർട്ട് എടുക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. ലോകജീവിതം ക്രമീകരിക്കുവാനായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണ്, പദ്ധതി ഇടുകയാണ്. ഇപ്രകാരം വായിച്ച ഒരു സംഭവം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഒരു CEO മുംബൈയിൽ വെച്ച് മദർ തെരേസയ്ക്ക് കുറെ ഭൂമി, ലാൻഡ് ദാനമായി കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം മദറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സിസ്റ്റർ, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഈ CEO മദർ തെരേസയോട് ചോദിക്കുകയാണ്. അപ്പൊ മദർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് അയച്ചത്? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി, അങ്ങനെ ഞാൻ ക്രമീകരിച്ചു, പ്ലാൻ ചെയ്തു, തീരുമാനിച്ചു, മദറിന്റെ അടുക്കൽ വന്നു. മദർ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തോന്നിപ്പിച്ചത് ദൈവമാണ്. അവൻ അങ്ങനെ പലരെയും പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്.
ആ കൃപയോടെ പ്രതികരിച്ചതാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് എന്ന് മദർ പറഞ്ഞു നിർത്തി. അധ്വാനിക്കേണ്ടെന്നല്ല, പദ്ധതി ഇടണ്ടെന്നല്ല, എന്നാൽ മദർ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് വേർ ഈസ് ഗോഡ്സ് പ്ലാൻ. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ലോർഡ്സ് മാസ്റ്റർ പ്ലാൻ. എനിക്കൊന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു VBSന്റെ തീമായിരുന്നു തോന്നുന്നു, ലോർഡ്സ് മാസ്റ്റർ പ്ലാൻ. ലോർഡ്സ് മാസ്റ്റർ പ്ലാൻ ഈസ് കിങ്ഡം ഓഫ് ഗോഡ്. സ്വർഗരാജ്യമാണ് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ. എന്നെയും നിങ്ങളെ ഉപയോഗിച്ച് അവന്റെ മാസ്റ്റർ പ്ലാനിന്റെ അവസാനം സ്വർഗരാജ്യത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ലോകപ്രകാരമുള്ള പദ്ധതികൾ, അതിന്റെ ആകുലതകളും നിറച്ച് നമ്മുടെ മാസ്റ്റർ പ്ലാനും കൊണ്ട് നമ്മൾ ജീവിപ്പാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം മാറിപ്പോകുന്ന അവസ്ഥയാണ്. ദിസ് ഈസ് വാട്ട് ഐ സെഡ് ഇൻ ദ ബിഗിനിങ്, ദ വാല്യൂഡ് ലൈഫ്. ഗോഡ് ഈസ് വാല്യൂയിങ് അവർ ലൈഫ്. ദൈവം നമ്മുടെ ജീവിതത്തിന് വില കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ആദ്യ വാക്യങ്ങളിൽ പറയുവാനായിട്ട് ആഗ്രഹിച്ച ജീവന്റെ പ്രാധാന്യവും മനുഷ്യ ശരീരത്തിന്റെ വിശുദ്ധിയും എന്ന് പറയുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. മദർ തെരേസ അയാൾ നൽകിയ ആ സ്ഥലത്തിന് ആശാദാൻ എന്ന് പേരിട്ടു എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തോന്നലുകൾക്ക് ക്രിയാത്മകമായി പ്രതികരിപ്പാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ, ദ അഫെക്ഷനേറ്റ് ഫാദർ അവർ ഗോഡ്. എന്താ പറയാ, അഫെക്ഷനേറ്റ് എന്ന് പറയുന്നത് സ്നേഹം തുളുമ്പുന്ന സ്നേഹപരിലാളനകളോടെ നമ്മളെ സ്നേഹിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു പിതാവിനെയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുകൊണ്ടാണല്ലോ പുത്രൻ നമ്മളോട് ഇത് സംസാരിക്കുന്നത്. ദിസ് വേർഡ് ഓഫ് ഗോഡ് ഈസ് ടോക്കിംഗ് ടു മീ. എന്നോട് ഇന്ന് വചനം സംസാരിക്കുകയാണ്. മനസ്സിന്റെ എല്ലാ ചിന്തകളും മാറ്റിവെക്ക്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെക്ക്. ദിസ് വേർഡ് ഈസ് ഫോർ മീ. ഈ വചനം എന്നോട് സംസാരിക്കുകയാണ് എന്ന് ചിന്തിക്കുക. എന്റെ മനസ്സിൽ എന്ത് വിചാരപ്പെടലുണ്ടെങ്കിലും എന്താണ്, അതിനെ ഒഴിവാക്കി യഥാർത്ഥമായ സമർപ്പണത്തോടെ ആരാധനയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിചാരപ്പെട്ടാൽ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ് നഷ്ടമാകും. ഈ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ്, ഹീസ് അവർ ഫീഡിംഗ് ഫാദർ. നമുക്കറിയാം, പക്ഷികളുടെ കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഒരിക്കലും പക്ഷികൾ വാ തുറന്ന് ഇരിക്കുകയല്ല. അങ്ങനെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരണ്ട. അവർ പ്രവർത്തിക്കുകയാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവർ നിറവേറ്റുകയാണ്. അവർ അധ്വാനങ്ങൾ അവർ നിറവേറ്റുകയാണ്. എന്നാൽ വിതൗട്ട് എനി വറീസ്, അവർക്ക് ഒരു പ്രയാസവുമില്ലാതെ അവർ അവരുടെ ജീവിത ക്രമം തുടരുമ്പോൾ സ്വർഗസ്വനായ പിതാവ് എല്ലാം നൽകുകയാണ്. 26 അവസാനത്ത്, ആർ യു നോട്ട് ഓഫ് മോർ വാല്യൂ ദാൻ ദേ? നമുക്ക് അവരെക്കാൾ പ്രാധാന്യം ദൈവം നൽകുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദ അഫെക്ഷനേറ്റ് ഫാദർ ഈസ് ലവിങ് അസ്, സോ വി ആർ വാല്യൂഡ് ദാൻ ദാറ്റ്. മനുഷ്യന് ദൈവം ഭാഗിയുള്ള പരിഗണന പലപ്പോഴും നാം മനസ്സിലാക്കാതെ പോവുകയാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ ലോ അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ മനസ്സിലാക്കലിന്റെ ഒരു പോരായ്മയായി അത് മനസ്സിലാക്കുവാനായിട്ട് തിരിച്ചറിയുവാനായിട്ട് നമുക്കിടയാകണം. മനുഷ്യന് ദൈവമുമ്പാകെയുള്ള പരിഗണന, എന്നെയും നിങ്ങളെയും കുറിച്ച് എത്രത്തോളം പരിഗണനയോടെയാണ് നമ്മുടെ ജീവനുള്ള പിതാവ് നമ്മളെ നോക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ സ്നേഹമുള്ള പിതാവ് ഉള്ളത് കൊണ്ട് ഇറ്റ്സ് നോട്ട് ദ ടൈം ടു വറി. ഡു നോട്ട് ഹാം അവർസെൽഫ് ത്രൂ വറി. നമുക്കറിയാം, മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അത് മനുഷ്യനെ രോഗങ്ങളിലേക്കാണ് നയിക്കുന്നത്. ആരോഗ്യം നശിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതൊരിക്കലും പിതാവ് ആഗ്രഹിക്കുന്നില്ല. ആവശ്യമില്ലാതെ ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, അല്ലെങ്കിൽ ഒരു കുന്തവുമില്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണ് നമുക്ക് വേണ്ടി ചിന്തിക്കേണ്ടത്? കർത്താവ് നമുക്ക് വേണ്ടി പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണ് നമുക്ക് വേണ്ടി പദ്ധതി ഇടേണ്ടത്? അതുകൊണ്ട് അധ്വാനിക്കണം. ദൈവത്തോട് ചേർന്ന് അധ്വാനിക്കുവാനായിട്ടിടയാണ്. ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്, എൻ്റെ ലൈഫ് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകും. അവന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ വചനധ്യാനത്തിന്റെ ലക്ഷ്യം. പ്രിയമുള്ളവരെ, നമുക്ക് പൂർണ്ണ സമർപ്പണത്തോടെ പ്രവർത്തിക്കാം. എങ്കിൽ മാത്രമേ സ്വർഗസ്വനായ പിതാവിന്റെ ആഗ്രഹം
നിറവേറ്റുവാനായിട്ട് സാധിക്കും. എന്താണ് അവന്റെ ആഗ്രഹം? ഇറ്റ് ഈസ് റൈറ്റ്സ് ഓഫ് കിങ്ഡം. സ്വർഗരാജ്യത്തിന്റെ അവകാശമാണ് അവന്റെ വലിയ ആഗ്രഹം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ബോർഡ് എക്സാംസ് എഴുതാനായിട്ട് പോവുകയാണ്. ഈ ടെൻഷൻ എന്ന പദം കണ്ടുപിടിച്ചിട്ടുള്ളതുകൊണ്ട് അത് വെച്ച് ഭയങ്കര പരിപാടികളാണ്. എന്തിനാ കുഞ്ഞുങ്ങളെ ഇത്? ഒരാവശ്യമില്ല. നിങ്ങളെക്കുറിച്ച് ജീവനുള്ള പിതാവ് കരുതിയിട്ടുണ്ട്. ചിലപ്പോൾ മാതാപിതാക്കളാകാം അവരെ ടെൻഷനിലാക്കുന്നത്, ചിലപ്പോൾ ടീച്ചേഴ്സാകാം, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥാപനമാകാം. ഇതിനൊന്നും ആവശ്യമില്ല. നിങ്ങളെക്കുറിച്ച് കർത്താവ് പദ്ധതിയിട്ടുണ്ട്. സ്ട്രെസ് ലൂസ് യുവർ മൈൻഡ്സ് ക്രിയേറ്റിവിറ്റി. നിങ്ങളുടെ മനസ്സിൻ്റെ ആ ക്രിയേറ്റിവിറ്റിയെ നഷ്ടപ്പെടുത്തുവാൻ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ ടെൻഷനോ സ്ട്രെസ്സോ സഹായകരമാകുകയുള്ളൂ. ചിന്തിക്കുക, ദ അഫെക്ഷനേറ്റ് ഫാദർ ഇസ് വിത്ത് യു, ദ ലവിങ് ഫാദർ ഇസ് വിത്ത് യു. സോ നമ്മുടെ ടെൻഷൻസ് എല്ലാം അവനിൽ നമുക്ക് അർപ്പിക്കുവാനായിട്ടിടയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു, എവിടെ മനസ്സ് പതറുന്നു എന്ന് തോന്നുന്നുവോ, പരീക്ഷ എഴുതാനായിട്ടുള്ള കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയുകയാണ്, അതിന് പ്രാർത്ഥിച്ചോണം. കർത്താവെ കരുണ ചെയ്യണമേ, കുറിയലായിസോൻ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടിടയാകണം. ഇത് നിങ്ങളെ വെളിപ്പെടുത്തും. എനിക്ക് എപ്പോൾ പതർച്ച തോന്നുന്നോ, ചിലപ്പോൾ എന്ത് പറയണമെന്ന് എന്ത് ചെയ്യണമെന്നോ അറിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ഞാൻ ഒരു നിമിഷം കണ്ണടയ്ക്കും. കർത്താവെ എന്നോട് കരുണ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ ഏറ്റവും വലിയ ക്രിറ്റിക് എൻ്റെ മാതാവാണ്. ഓൺലൈനിലുണ്ടെങ്കിൽ ഉടനെ നോക്കും ഈ പ്രസംഗത്തിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത്, ഏത് കാപ്പയാണ് ഇട്ടിരിക്കുന്നത്, എങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് കൃത്യമായി ഇത് കഴിയുമ്പോൾ എന്നോട് വിളിച്ച് പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മാതാവും പിതാവും. ആ വലിയ സ്നേഹമാണ്, അത് പിതാവിൻ്റെ സ്നേഹമാണ് എന്നെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്, നിങ്ങളുടെ മനസ്സ് പതറുന്ന നിമിഷങ്ങളിൽ, ആരുമില്ല എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിൽ, ദ അഫെക്ഷനേറ്റ് ഫാദർ ഈസ് വിത്ത് യു, ദ ലവിങ് ഫാദർ ഈസ് വിത്ത് യു. ഒരു നിമിഷം കണ്ണടച്ച്, ലോർഡ് ഹാവ് മെർസി, നിന്റെ കരുണ, കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുവാനിടയാകുമ്പോൾ ഇരട്ടി ബലത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ആങ്സൈറ്റി ഓവർ വേൾഡ്ലി പ്ലാൻ. ഇറ്റ് ഈസ് ലോർഡ്സ് പ്ലാൻ. ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രിയമുള്ളവരെ, രണ്ട് ചിന്തകൾ ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചു. ഒന്ന്, ഗോഡ് ഈസ് വാല്യൂയിങ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തെ വളരെ വാല്യൂ ഉള്ളതായി കാണുന്ന ഒരു പിതാവ് നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ട് എന്ന് പറയുന്നത്, ദ അഫെക്ഷനേറ്റ് ഫാദർ, സ്നേഹിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. അവൻ നമ്മളെ നടത്തുവാൻ മതിയായവനാണ്. അതുകൊണ്ട് ലോകത്തിന്റെ ചോദ്യശരങ്ങൾക്ക് മുൻപിൽ ഇവിടെ ഇരിക്കുന്ന ആരും പതറണ്ട. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമോർത്ത് ഭയപ്പെട്ട് വീട്ടിലിരിക്കണ്ട. ബോൾഡ്ലി യു ക്യാൻ റെസ്പോണ്ട് ടു ദാറ്റ് ക്വസ്റ്റ്യൻ, ലോർഡ് ഈസ് വിത്ത് മീ എന്ന് പറയുവാനുള്ള ആർജവും ചങ്കൂറ്റവും നിങ്ങൾക്കുണ്ടാകണം. അപ്രകാരം വീട്ടിൽ മറഞ്ഞിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അവരോട് പറയണം, സ്വർഗസ്ഥനായ പിതാവ് നിന്നെ വിളിക്കുന്നു, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നീ ദേവാലയത്തിലേക്ക് വന്ന് നീ ആരാധിക്ക് എന്ന് പറയുവാനായിട്ട് ഇടയാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവ സൃഷ്ടിയാണെന്നുള്ള ബോധ്യത്തോടെ ദൈവമുമ്പാകെ സമർപ്പിക്കാം. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മൂലം എന്നെ നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.